നമസ്കാരം. വിദേശത്ത് നിന്നും നാട്ടിലെത്തി ചെറുകിട വ്യവസായം ആരംഭിക്കാൻ ശ്രമിച്ച സംരംഭകൻ ഉദ്യോഗസ്ഥരുടെ പകപോക്കലിന്റെ ഭാഗമായി കഴിഞ്ഞ 5 വർഷമായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുന്നു. വാക്കുതർക്കത്തെ തുടർന്ന് ഭൂമി സംബന്ധമായ രേഖകൾ അനധികൃതമായി തിരുത്തി പ്രവർത്തനാനുമതി നിഷേധിക്കുകയായിരുന്നു. ഇടതുഭരണം നിലനിൽക്കുന്ന പഞ്ചായത്ത് വാർഡംഗം മുതൽ മുഖ്യമന്ത്രി വരെയുള്ളവർക്ക് പരാതി നൽകിയിട്ടും പരിഹാരമുണ്ടാകാത്തതിനാൽ വ്യവസായ സംരംഭം അവസാനിപ്പിച്ച നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് സംരംഭകൻ. 2020 അങ്കമാലി മഞ്ഞപ്ര പള്ളിക്കുന്നിൽ രാജൻ ജോസ് ഭാര്യ മേരിക്കുട്ടി രാജന്റെ പേരിൽ നെടുവട്ടം വെസ്റ്റിൽ മീൻതീറ്റ ഉൽപ്പാദിപ്പിക്കുന്നതിനായി ചെറുകിട ഫാക്ടറി ആരംഭിക്കാൻ തീരുമാനിക്കുന്നത്. വിദേശത്ത് വർഷങ്ങളോളം ജോലി ചെയ്ത രാജൻ നാട്ടിൽ സ്വന്തം സ്ഥലത്ത് തന്നെ വ്യവസായം ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഇതിന് മുന്നിട്ടിറങ്ങിയത്. സ്വന്തം ഭൂമിയിൽ ചെറുകിട സംരംഭം തുടങ്ങുന്നതിന് രാജൻ വ്യവസായ വകുപ്പിൽ നിന്നും അനുമതി തേടിയതിനു ശേഷം ഫയർ ആൻഡ് റെസ്ക്യൂ വകുപ്പിലും ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും മലിനീകരണ നിയന്ത്രണ ബോർഡിലും അപേക്ഷ സമർപ്പിച്ചു. ഫാക്ടറി തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന നിർദ്ദിഷ്ട ഭൂമി 3 വകുപ്പുകളിൽ നിന്നുമുള്ള ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു. വ്യക്തമായ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുള്ളതിനാൽ 3 വകുപ്പുകളും രാജന് പ്രവർത്തനാനുമതി നൽകി. പഞ്ചായത്തിന്റെ അനുമതി കൂടി ലഭിച്ചാൽ ഫാക്ടറി തുടങ്ങാമെന്ന സാഹചര്യം നിലനിൽക്കെയാണ് 2000 പഞ്ചായത്ത് പ്രസിഡന്റുമായി രാജൻ ഇടയുന്നത്. അതോടുകൂടി രാജന്റെ കഷ്ടകാലം ആരംഭിക്കുകയായിരുന്നു. അപേക്ഷ നൽകി ആഴ്ചകൾ കഴിഞ്ഞ ശേഷവും അനുമതി ലഭിക്കാതെ വന്നതോടെ രാജൻ അന്വേഷിച്ചെത്തി. അപ്പോഴാണ് കെട്ടിടത്തിന് ആവശ്യമായ വിസ്തീർണമില്ലെന്നും അതിനാൽ അനുമതി നൽകാനാവില്ലെന്നും പഞ്ചായത്തിൽ നിന്നും അറിയിച്ചത്. 191.91 ചതുരശ്ര മീറ്റർ വിസ്തീർണം രേഖപ്പെടുത്തിയിരുന്ന സ്ഥലത്ത് 12 ചതുരശ്ര മീറ്ററായി തിരുത്തപ്പെട്ടതായി കാണുകയായിരുന്നുവെന്ന് രാജൻ പറയുന്നു. മേൽക്കൂരയിലെ വിസ്തീർണവും തിരുത്തപ്പെട്ടു. അതുകൂടാതെ അടിസ്ഥാന നികുതി രജിസ്റ്ററിൽ പുറമ്പോക്ക് ഭൂമിയെന്ന് മാറ്റിയതായും രാജൻ ആരോപിക്കുന്നു. ഇത് സംബന്ധിച്ച് റവന്യൂ വകുപ്പിൽ ഉൾപ്പെടെ നിരവധി പരാതികൾ നൽകി. തുടർന്ന് റവന്യൂ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ ഭൂമി സംബന്ധിച്ച രേഖകളിൽ വെട്ടിത്തിരുത്തൽ നടന്നതായി കണ്ടെത്തി. തിരുത്തിയ ഉദ്യോഗസ്ഥന്റെ പേര് രേഖകളിൽ കാണുന്നില്ലെന്നും റവന്യൂ വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. റവന്യൂ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്ത നടപടിയെടുക്കാൻ പോലീസ് സ്റ്റേഷനിലും വിജിലൻസിലും പരാതി നൽകിയെങ്കിലും അവിടെയും അനുകൂല നിലപാടുണ്ടായില്ല. കേരളത്തിൽ മുതൽ മുടക്കി വ്യവസായം ആരംഭിക്കാനെത്തിയ താൻ നേരിടുന്ന പ്രശ്നങ്ങൾ വിശദീകരിച്ച് വ്യവസായ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയെങ്കിലും ഒന്നും സംഭവിച്ചില്ലെന്നും രാജൻ പരാതിപ്പെടുന്നു. രാജന്റെ കെട്ടിടം സ്ഥിതി ചെയ്യുന്നയിടത്ത് പുറമ്പോക്ക് ഭൂമിയുണ്ടെന്നും പഞ്ചായത്ത് രേഖകളിൽ അങ്ങനെയുള്ളതുകൊണ്ടാണ് അനുമതി നൽകാത്തതെന്നും നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് വത്സലകുമാരി വേണു പറയുന്നു.